Question number 28. Two long straight wires carry equal currents in opposite directions as shown in figure. The separation between the wires is 5 centimeter. The magnitude of the magnetic field at P. അപ്പോൾ ശ്രദ്ധിക്കണം, ലോങ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ്ങിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. മാത്രമല്ല അവർക്കിടയിലുള്ള സെപ്പറേഷൻ 5 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഫീൽഡിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൽ നോക്കൂ, ഇവിടെ ഫസ്റ്റത്തേൽ കറണ്ട് അപ്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ നോക്കൂ, B1 എന്താണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്താൽ അത് ഇൻറ്റു ആണ്. B1 ഇൻറ്റു ആണ്. ഓക്കെ, ഇനി B2 എടുക്കുക. B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ, അത് താഴോട്ടാണ് ഫീൽഡ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ B2 നിങ്ങൾ തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കൂ, അതും ഇൻറ്റു ദ പ്ലെയിൻ ആണ്. പി എന്ന പോയിന്റിൽ യെസ് ഇൻറ്റു. അപ്പോൾ ഒന്നും നോക്കല്ല, ടോട്ടൽ ഫീൽഡ് എന്ന് കണ്ടാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. B is equal to B1 plus B2. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I10 μ0 I ഡിവൈഡഡ് ബൈ 2R. അപ്പോൾ സെപ്പറേഷൻ മൊത്തം 5 ആണ്. അപ്പോൾ നമുക്ക് 5/2 ഉണ്ടാവുള്ളൂ സെപ്പറേഷൻ അല്ലേ, മീൻസ് ആ പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ μ0 I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 5/2 സെൻറ്റിമീറ്റർ ആണ്. ഇൻകോർമെൻ്റ് ആയിട്ട് കാര്യമില്ല, ആൻസർ മൈക്രോ ടെസ്ലയിലാണ്. അപ്പോൾ നമ്മൾ കൺവേർഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 10⁻². ദെൻ പ്ലസ് അടുത്തത് μ0 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ അഗെയിൻ സെയിം തിങ്. അപ്പോൾ ഇൻറ്റു 1 കണ്ടിട്ട് ഇൻറ്റു 2 കൊടുത്താൽ മതി. യെസ്, ഇൻറ്റു 2 കാരണം രണ്ടും 10 ആണ്. അപ്പോൾ μ0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടുക 5π ഇൻറ്റു 10⁻⁻2 10⁻⁻2 കട്ട് ചെയ്തോളൂ. പൈ കട്ട്, 5 കട്ട്, ഇവിടെ 2 കിട്ടി, ഇവിടെ 2. ദെർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 16. അപ്പോൾ 16 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 10⁻⁻2. ദാറ്റ് ഈസ് 16 ഇൻറ്റു 10⁻⁻5. ഓക്കെ, ഇവിടെ മൈക്രോ ടെസ്ലയാണ്. അപ്പോൾ മൈക്രോ ആക്കണമെങ്കിൽ 10⁻⁻6 ആക്കണം. അപ്പോൾ 160 ഇൻറ്റു 10⁻⁻6 ടെസ്ല. ദാറ്റ് ഈസ് 160 മൈക്രോ ടെസ്ല ഈസ് ദ ഫൈനൽ ആൻസർ. ദ ഫൈനൽ ആൻസർ ഈസ് 160 ഈസ് ദ ഫൈനൽ ആൻസർ.